ഇവിടെ ഉദയ് ശങ്കർ ഉണ്ട്, നന്ദദാസ് ഉണ്ട്, ശ്രീദേവ്. ഇവരെവിടേക്ക് പോണേന്നൊരു പിടിയില്ല. അത് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം. ഞാൻ ഉച്ചക്ക് 3 മണിക്ക് ഒരു 3 മണിയായപ്പോ ചോറുണ്ടത്, അതുകൊണ്ട് എനിക്ക് വിശക്കണല്ലേ. കൂടുതലുണ്ടോ? ഭഗവാ എങ്ങോട്ടാണ് യാത്ര? ഇവിടെ പുതിയ സ്പോട്ടുകളൊക്കെ ഞങ്ങൾ അന്വേഷിക്കാണ്. ഇവിടെ എന്തിനാ അന്വേഷിക്കണേ? നടക്കുമ്പോ ഇങ്ങനെ നല്ല സ്ലോ ആയിട്ട് ഇങ്ങനെ നടക്കും. ശരിക്കും നമ്മള് വാൽപ്പാറയ്ക്ക് പോകാനൊരു പ്ലാൻ ഇട്ടുണ്ട്. ഒരു പ്ലാൻ ഇട്ടതാണ് ഹബ്ബിക്ക് പോകാൻ. അപ്പൊ അവിടേക്കുള്ളൊരു പ്ലാനിങ് ആണ് ഞങ്ങള്. നല്ല നാച്ചുറലുണ്ട്. ശ്രുതവ് എന്തെങ്കിലും പറയാനുണ്ടോ? പെണ്ണിനെ ക്ഷീണോ? പിന്നെ എന്റെ കൂട്ടുകാരൻ, എന്റെ നൻപൻ ഓമ്പിക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ആളൂ. ഞങ്ങള് പുതിയ പ്ലാനിങ്ങുകളുണ്ട്. പുതിയ അഡ്വഞ്ചർ ഹൈക്കിംഗ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാനില്ല, ഒരാൾ കുറവുണ്ട്. രണ്ടാള്. നീ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. നീ ഉണ്ടോടാ? ഞങ്ങള് രണ്ടുപേരായിട്ട് പോവോ? ബാക്കി ഫയർഫോഴ്സിൽ നിന്ന് ആളുണ്ടാവും, പോലീസിൽ നിന്ന് ആളുണ്ടാവും, എക്സൈസിൽ നിന്ന് ആളുണ്ടാവും. പിന്നെ പുറത്തെങ്ങുമല്ല, എന്റെ വീട്ടിലായിരിക്കും അത്. എന്റെ മോനെ കണ്ടോ? എന്റെ മോനെ കണ്ടോ? ഇപ്പോഴത്തെ അറിവനാ എടാ പറയടാ, നീ തിരിഞ്ഞിക്കല്ലേ? പനയുടെ കുരു ആൾക്കാർ കാണോ? പനയുടെ കുരു ആരെയും കാണാത്തുണ്ട്. രുദ്രാക്ഷ ഞങ്ങള് ഒരു ബ്രാലിനെ പിടിക്കാനുള്ള ഒരു പരിപാടി നൈറ്റ് നോക്കണ്ട്. അപ്പൊ അതിന് വെട്ടാനുള്ള കത്തിയും കാര്യങ്ങളൊക്കെ ഞങ്ങള് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ്. ഫോറസ്റ്റുകാർ വരും. അപ്പൊ ശ്രീദേവാണ് അതിനൊരു മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ഒരു കൈ എടുക്കാൻ ഇതെനിക്കറിയില്ല, ഏതാ പോലും എനിക്കറിയില്ല. എടാ ശ്രീദേവൻ ഒന്ന് സമ്മതിച്ചു കൊടുക്കടാ. എന്നിട്ട് നീ നൈറ്റ് ഇവനെ കൊണ്ട് പോവല്ലോ. ഞാൻ മരിക്കും. വന്നു ചേർന്നല്ലേ ഞങ്ങള് ഭാവിയിൽ ഒരു ഓഫ് റോഡാണ് ഞങ്ങൾ നോക്കണത്. ഓഫ് റോഡാ? ഈ പറയണ കാര്യത്തിൽ ഒരാൾ കുറവുണ്ട്, ഈ പ്ലാനിങ്ങിലൊക്കെ ഒരാൾ കുറവുണ്ട്. എടാ അങ്ങനെ പറയല്ലേ. അപ്പൊ ഞങ്ങള് എന്തായാലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും ചേർന്നായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണത്. രണ്ടുപേര് ചേർന്ന് പോണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓഫ് റോഡായിരിക്കും ഭാവിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണത്. അതെ, അതിന്റെ ഇടയിൽ ഒരു ഒറ്റ ഉണ്ടാവും. ഒരാള് കുറവുണ്ട്. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് ഞങ്ങളുടെ നല്ലൊരു നിമിഷങ്ങൾ ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പൊ ഞങ്ങക്ക് ഇതൊക്കെ നീ ഇട്ടാണ്ടല്ല, നിന്നെ നാട്ടുകാര് പൂക്കും. 3 പേര് പൂക്കണുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ചാനലിന്റെ പേര് എനിക്കറിയില്ല, ഒന്ന് പറയാ. ആൾക്കാരെങ്കിലും അഡ്വഞ്ചർ വ്ളോഗ്സ് എന്നാണ്, എല്ലാരും ഷെയർ ചെയ്യണം കേട്ടാ. ഓക്കെ ഓക്കെ. അഡ്വഞ്ചർ വ്ളോഗ്സ്. ഇനിയും അടിപൊളി വീഡിയോസ് ഇനി വരാനുണ്ട്. ഏതാ? ഒറ്റിന്റെ ഊമ്പിക്കല്, പോലീസ് കൊണ്ടാണ്. ഇവനെ ഞങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം ഇവനൊരു ഒറ്റതാണ്. ഇല്ലില്ല, അത് അതെന്താ അനുസരിച്ച് അന്ന് സിറ്റുവേഷൻ എത്തുമ്പോ തടി തപ്പും. ഒരു വിഷുവിന്റെ ഓർമ്മ കൊക്ക് പോണതൊക്കെ നല്ലൊരു രസമുണ്ട് കേട്ടോ. ഇവിടെ ഇവരു
അടിപൊളി ഓഫ് റോഡറാണ്. മറ്റേ ഓഫ് റോഡറാണ്. കുരുമുളകാ ഇതാ. ഏതൊരു ഓഫ് റോഡും അതിനെ മറികടന്ന് വണ്ടി ഓടിക്കാനുള്ള ഒരു പ്രത്യേകതരം കഴിവ് ഇവനുണ്ട്. ഹിമാലയൻ റാലി വിന്നർ. പിന്നെ എയർഗണ്ണൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതെ, ടോട്ടലി മെയിൻ ആണ്. ആര് നീയാ? ഇവൻ കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ സ്പോട്ടാണിത്. പിള്ളേര് കളിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കടാ. പോയട നടുവില് ഫുട്ബോൾ കളി. ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ഉദയാണ്. അവന് വീഡിയോസിലൊക്കെ ഭയങ്കര കഴിവുള്ള ഒരാളാണ്. എടാ ഞാനല്ല മെയിൻ, നീയ മെയിൻ. ചാനൽ എൻ്റെ ആണെങ്കിലും കഴിവ് ഏറ്റവും ഇല്ലാത്തത് ഇവനാ. ചാനല് എൻ്റെ ആണെങ്കിലും വീഡിയോസിലും മറ്റു എഡിറ്റിങ്ങിലൊക്കെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് ഉദയ്. പിന്നെ ഇവൻ നന്ദുദാസ്, അവനൊക്കെ അത്യാവശ്യം കഴിവുള്ള ഒരാളാണ്. കഴിവാണ് പോണേ. പിന്നെ കുഞ്ചുവിനെ കുറിച്ച് 2 വാക്ക്. ഇവന് അങ്ങനെ പൊതുവെ ആൾക്ക് പബ്ലിക്കിൽ ഒരു ഇൻട്രോവേർട്ടാണ്, ഇഷ്ടല്ല ഒന്നിനും. പക്ഷെ നിന്നൊക്കെ ഒരു കുഴപ്പമില്ല. ആൾക്ക് അങ്ങനെ പൊതുവെ ആൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. താല്പര്യമില്ല. അതെന്താന്നറിയോ, നിന്റെ അടുത്ത് വരാൻ താല്പര്യമില്ലെന്നാണ്. ആ ഒറ്റിന്റെ സാക്ഷിന് അതെ, വിഷു കണി കണ്ടത് പോലീസ് സ്റ്റേഷനിൽ. എന്റെ പൊന്ന് സംഘ് നമ്മുടെ അഡ്വഞ്ചറിന്റെ ഭാഗമായിട്ട് പലവിധ നമ്മൾ അതെ കൂട്ടുകാരെ മുമ്പിക്കുക കയറേണ്ടി വരും. അതൊക്കെ ഒരു പലവിധ അഡ്വഞ്ചർ നമുക്ക് മുന്നിൽ നേരിടേണ്ടി വരും. അതെല്ലാം നമ്മള് മറികടക്കും. ന്യൂസ് ചാനൽ പോലെ ഉണ്ട്. ഞങ്ങള് യേശുവിനോടാണ് പറയണേ. നീ ഉണ്ടാക്കി തരും. അതെ, ആളൊന്നിക്ക് 2500 വെച്ച് 5 പേര്. ഇനി ഞാനൊക്കെ മടിയിലിരുന്ന പോയാ പോലീസുകാരുടെ ഫാസ്റ്റ് ഇനി വരാൻ പോകുന്നത് അതിലും വലിയ അഡ്വഞ്ചർ കാര്യങ്ങളായിരിക്കും ഇനി ഭാവിയിൽ വരാൻ പോകുന്നത്. ഒരു ജീപ്പിൽ 8 പേര്. രാജ്യദ്രോഹ കുറ്റം കഴിഞ്ഞ് വരാൻ വന്നത്. മുണ്ടൂര് മാടന്റെ കൂട്ടുള്ള 8 പേര്. അത് കഴിഞ്ഞു, ഇനി അടുത്ത് വരാൻ പോകുന്നേ ഉള്ളൂ. അടുത്തൊറ്റണോ? അതിനിടയ്ക്കാണ് തന്നായിരുന്നു സാറ്. എന്നിട്ട് അത് പറ, കഥ പറ. അത് പലവിധ പ്രശ്നങ്ങൾ ഞങ്ങള് നേരിടേണ്ടി വരുന്നുണ്ട്. ഞങ്ങളല്ല, നീയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. മര്യാദക്ക് ഞങ്ങൾ എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോ എടാ ഇതിലൊരു ത്രില്ലില്ലടാ. ആളെ ത്രില്ല് ഇവരാ കൂടുതൽ. ഇവരതൊരു അഡ്വഞ്ചർ ആയിട്ട് രണ്ടുപേര് ചേർന്ന് ഒരാളെ ഗൈസ് നമ്മൾ ഇവിടെ നിർത്താണ്. കുഞ്ചു പറയാനല്ലോ. ഇവിടെ ഹലോ, ആൾക്ക് എന്തോ ഒരു എന്താ പറ ഗൈസ്. അപ്പോ ഇത്രയുള്ളൂ ഞങ്ങളുടെ ഷോട്ട്. അതെ, ഇന്നത്തെ ഞങ്ങള് സൺഡേ ആയിട്ട് ഒരു ചെറിയൊരു ഹൈക്കിങ് പരിപാടി നോക്കിയതാണ്. പിന്നെ നല്ല സ്പോട്ടുകളെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. അടുത്ത സൺഡേ ഞങ്ങള് പറ്റിയ വാൽപ്പാറ പോകാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ അത് നടക്കില്ലോന്നൊന്നും അറിയില്ല. പിന്നെയും ഇഷ്ടം പോലെ വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യരുത്. അത് ക്ലിക്ക് ചെയ്താ അപ്പൊ നമുക്ക് വരാൻ പോണ വീഡിയോസ് കാണാല്ലേ. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവുകയാണ്. അടുത്ത സ്പോട്ട് അടുത്ത സൺഡേ കാണാം. ശ്രീദേവ് എന്തോ എന്നെ കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. എന്താന്നറിയില്ല. അടുത്ത സ്പോട്ട് ഉടനടി വരും.
എടാ ഇത്